ഞാൻ പറഞ്ഞ 5 മണിക്ക് എഴുന്നേക്കുന്നു, പക്ഷെ 2 മണിക്കൂർ കിടന്നിട്ടുള്ളൂ. ഇത്രയും ചൂടത്ത് ദൈവമേ വെള്ളം പോലും കൊണ്ടുവരുന്നത് ഞാൻ മാത്രമേ കാണുന്നു. എന്നാലും ജിം എന്തായാലും കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ കണ്ട സ്വിമ്മിംഗ് പൂള് അവിടെ പോയിട്ട് വരാം. ഇപ്രാവശ്യം ഞാൻ വരുന്ന വഴി വെള്ളമൊക്കെ മേടിച്ചിട്ട് വന്നു. 1 മണിക്കൂർ നീന്തിക്കായിട്ട് വെറും കിതയ്ക്കുവാണ്. പിന്നെ വെള്ളമായിട്ടാണ് വരേണ്ടത്, അല്ല പിന്നെ കുഞ്ഞമ്മയായിട്ട് വരാൻ പറ്റും. ആണോ? തേച്ച് പിടിപ്പിക്കുക കറക്റ്റ് സിഗ്നലാണ് ഞാൻ ഉദ്ദേശിച്ചതല്ലേ. വണ്ടിയുടെ താക്കോൽ എടുത്തോണ്ട് വെള്ളത്തിൽ ചാടിയല്ലേ ബാഗിനകത്ത് ഉണ്ടാകാൻ നോക്കുക. ഉണ്ടോ എന്തെങ്കിലും ചെയ്യൂ. അതെന്തായിരുന്നു? എന്തായാലും സ്വിമ്മിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ തോർത്തിൽ എനിക്ക് കണ്ടം മുള്ളിയിട്ടുണ്ട്. ഇവന്റെ തോർത്തിൽ കണ്ടം മുള്ളാൻ കാരണം കണ്ടന്റെ കിടക്കുന്ന സ്ഥലത്ത് ഇവൻ മുള്ളി. ഞാൻ എപ്പോഴും ജിമ്മിലെ സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ കയറിയിട്ട് പോകാറുള്ളൂ. എന്താ അറിയത്തില്ല, എന്ന് വെച്ചാൽ ഒരു ശീലമായിപ്പോണ്ട് ഈ മിസ് ചെയ്യാൻ എന്തോ ഒരു മടി. ഇവിടുന്ന് പോകാൻ കയറിട്ടു. എടാ കള്ള, നീ എന്റെ തോർത്തെ മുള്ളിയല്ലേടാ. മുള്ളിട്ട് പോയി. സത്യം പറയുക, ഇവൻ തന്നെയാണ് മുള്ളിയത്. എനിക്കൊരു മണം അടിച്ചു കളിക്കുന്നത്. അമ്മയുടെ കൈ നേരെയായില്ലെങ്കിൽ എന്റെ പണി കൂടിക്കൊണ്ടിരിക്കുക കേട്ടാ. തുണി കഴുകിയിട്ട് പോലില്ല, തുണി ഇടായിപ്പോ തുണി ഇല്ല, ചെയ്യാനാണ്. ഇപ്പൊ എന്തായാലും ഒരു ലിക്വിഡ് മേടിക്കാൻ മഴ ഫുള്ളിട്ട് ഞാൻ തന്നെ കഴുകാൻ. കടയെല്ലാം അടച്ചിടക്ക് വരുന്ന അവസാനം എനിക്ക് വേറൊരു കട കിട്ടി. അതിനകത്ത് സാധനം ഉണ്ടെന്നോ. ഞാൻ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ല. അമ്മ എന്താ റോസാപ്പ് പൊട്ടിച്ച് കളിക്കുന്നത്? അതിന് കടയിൽ എന്തിനാ കൊണ്ടുവന്നത്? ഇത് ഒരു വിളക്ക് കത്തിക്കാം. ഇപ്പൊ എന്തായാലും ആ ഗേറ്റും ഞാൻ തുറന്നായിരുന്നോ? ഒന്നോളാം. അയ്യോ പാവം. ശരിയമ്മേ. ഗൈസ്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഉണർന്നിരിക്കാൻ വരുന്നത് ഫുൾ ദിവസം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങിയേ തീരും. അല്ലെങ്കിൽ തീരുമാനമാവോടെ ഞാൻ ഒരു സോംബി ആയിരിക്കും വൈകുന്നേരം. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റാ. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് എന്തോണം കുറച്ചുകൂടി കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഉറങ്ങി ഞാൻ കൂടുതലും എൻ്റെ മൂഡ് ഓഫ് ആവുന്നു. ഉറങ്ങിയിട്ട് ഒരു ഉന്മേഷം ഇല്ലാത്തതാണ്. എന്തൊരു ഉറക്കമായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറാണ് കിടന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ കാര്യം ഞാൻ ബെഡിൽ കിടക്കണ്ടായിരുന്നു. അവരെ ആ സൈഡിലെത്താൻ മറ്റേ ഇതിലേ കിടന്നത്. അത് കിടന്നപ്പോൾ കൂടുതലും മനസ്സിലായിരുന്നു. സൈഡിലോട്ട് എനിക്ക് ദൈവമേ കൈ വേദന എടുക്കുന്നു. എങ്ങനെ സൈഡിലോട്ട് വെച്ച് കിടന്ന്. അപ്പം എന്തായാലും അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് വീട്ടിൽ ആഹാരം വലുതായിട്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ തീറ്റി പോയി കിടക്കുക. ഞാൻ പുറത്തുനിന്ന് വലുതായിട്ട് തിന്നാത്തതുകൊണ്ട് വല്ലപ്പോഴേക്കും തിന്നും. പക്ഷെ അല്ല, ഞാൻ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഒട്ടും തിന്നാറില്ല. കൂടുതൽ പ്രോട്ടീൻ കൂടിയ സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ചോറൊക്കെ കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബിരിയാണി ഒന്നും കഴിക്കുന്നില്ല പറഞ്ഞു. ഒന്നെങ്കിൽ വല്ല ചിക്കനാ അങ്ങനെ വല്ല മെയിൻ അതുമെല്ലാം കഴിച്ചാൽ എനിക്ക് നടക്കത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പ്രോട്ടീൻ കുറച്ചിട്ട് കാലറി ഇൻടേക്ക് കുറച്ചിട്ട് നല്ല അസ്തെറ്റിക് ബോഡി ഉണ്ടാക്കാന്നാണ്. ഇത് അസ്തെറ്റിക് പോയിട്ട് വെറും മെലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഗൈസ്, കാക്കയ്ക്ക് ആഹാരം ഉണ്ടാക്കേണ്ട സമയമായി കേട്ടാ. ഇന്ന് അച്ഛൻ്റെ ഡ്യൂട്ടി ഞാനാണ് ചെയ്യുന്നത്. അത് പരിപാടി കുറച്ച് ഞാനും കഴിക്കട്ടെ. അച്ഛൻ ഇവിടെ നിൽക്കായിരുന്നു അമ്മ ഒരു കുഴപ്പമില്ലാവുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കാത്ത കുറച്ച് മുനക്കേടാവാൻ. അത് ഞാൻ അകത്ത് പോലെ വരത്തുള്ളൂ. വണ്ടിക്ക് ആവശ്യത്തിന് ബ്രേക്ക് ഉണ്ട്. അമ്മ പിടിക്കാത്ത എപ്പോ നോക്കിയാലും സർവീസ് ചെയ്യുന്ന വണ്ടിയല്ലേ. അതിനകത്ത് ബ്രേക്ക് ഇല്ലായിരിക്കേണ്ട ആവശ്യമില്ല. അമ്മ പിടിക്കാറില്ല. ഫുഡ് ഉണ്ടാക്കി അമ്മ. ഫുഡ് വേവിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞു? ഇറത്ത് കുളിച്ചല്ല. ഇന്നത്തെ ആഹാരത്തിനകത്ത് ചോറ്, മുളക് ഇടിച്ചത്, ഇതെന്തുവാണ് സംഭവം, സാമ്പാറും ഞാൻ ചോറ് ഇത്രയും കഴിക്കാറില്ല. പക്ഷെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് കഴിക്കും. അമ്മ കടയിലൊരിക്കലും കാണാറില്ലേ? ആരും ഇല്ല ഇവിടെ. തയ്യൽ കട കാണും. ബിസിയാണോ? അന്ന് ബിസി അടിച്ചോണ്ടിരിക്കും ആൾക്കാർ. ഇന്ന് ഞാൻ ഒരു ഷോട്ട് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേഗം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നിപ്പോ പോകാൻ പോകുന്നത് കായലിലോട്ടാണ്. കായലിൽ എൻ്റെ അനിയൻ ഒരാളുമായിട്ട് റേസ് ചെയ്യാൻ പോവുകയാണ് വെള്ളത്തിന്റെ പൊക്കത്ത് കൂടി. അപ്പൊ ആര് ജയിക്കും അവർക്ക് 2000 രൂപ. മോസ്റ്റ് പ്രോബ്ലി എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ പോകും കേട്ടോ. അനിയൻ എന്തായാലും മേടിക്കാൻ പോകുന്നില്ല. അവനൊക്കെ അറിയാലോ പറയാം. എൻ്റെ അനിയന് കയാക്കിങ്ങിന് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡെയിലി പഠിപ്പിക്കുകയും ചെയ്യിപ്പിക്കുന്ന ആളുമായിട്ട് ഇവൻ കമ്പീറ്റ് ചെയ്യുമ്പോൾ ജയിക്കുന്നില്ല നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ കയാക്ക് ചെയ്യാൻ പോകുന്നവരുടെ വീടില്ലേ, കമ്പീറ്റ് ചെയ്യാൻ പോകുന്നവരുടെ വീട് അവിടെയാണ്. ഹൗസ് ബോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അവിടെ കോമ്പറ്റീഷൻ മുമ്പ് ഞാൻ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ വെള്ളം കുടിക്കണം. ഇങ്ങോട്ട് കയറി പോടാ. വെയിലത്ത് ഞാൻ എങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓൾമോസ്റ്റ് എത്തി. അവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ കോലം കണ്ട. ഇൻട്രോ ഒക്കെ ഈ കോലത്തിൽ എടുക്കണം. കൊള്ളാം. അപ്പൊ ഗൈസ്, നമ്മൾ തുഴയാൻ പോകുന്ന ആറ്റത്ത് നീയറ്റം വരെ. അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റുള്ളതുകൊണ്ട് കൂടുതൽ ഈസി അങ്ങോട്ട് തുഴയാനായിരിക്കും. നടക്കണോ എന്നെ കൊണ്ട്? ചേട്ടൻ ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. മോസ്റ്റ്ലി ഈ 2 പേരിൽ ഒരാൾ ചേട്ടനായിരിക്കും. നീ ഇവിടെ വരെ ഒടുക്കാത്ത കോൺഫിഡൻസ് വന്നതാണല്ലോ. അവസാനം എത്തിക്കഴിഞ്ഞ ഇങ്ങനെ പറയാം. ഒരു കൂട്ടത്തോടെ കുറെ താറാൻ നിൽക്കും. ഞാൻ പേടിപ്പിച്ചാ വേണം. കട്ട പ്രോ ആണ്. എടാ നീ ഇവിടെ എന്തോ ഒടുക്കത്തെ കോൺഫിഡൻസ് ഇല്ലേ വന്നത്? നാണം കെടാ. നീ എന്ത് 2000 രൂപ കളിക്കുമല്ലേ? എടാ കോൺഫിഡൻസ് പകുതി എത്തുമ്പോ ചിലപ്പോ
അതൊക്കെ എനിക്ക് പറ്റാത്തോണ്ടല്ല, അല്ല എനിക്ക് പറ്റുമെന്ന് ഞാൻ കമ്പീറ്റ് ചെയ്യുമ്പോൾ അത് അൺഫെയർ ആയിക്കോ. നിങ്ങളുടെ മാങ്ങ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവിടെ 2 പേരുള്ള ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനുമായിട്ട് ചേട്ടനുമായിട്ട് കമ്പീറ്റ്. ചെറിയൊരു ഡിലേകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യേണ്ട വള്ളത്തിൻ്റെ ഇല്ലേ പ്രൊപ്പല്ലറിൻ്റെ ബ്ലേഡ് ചെറിയ ഒടിഞ്ഞ് കിടക്കും. അത് നന്നാക്കാൻ വേണ്ടി ആൾ വരുന്നുണ്ട്. ഇപ്പോൾ വരും. ബ്ലേഡ് ഇല്ലേ പൊട്ടിക്കിടക്കും. അതാ ജെയമ്പിനെ തിരിച്ച് വരുവാ. ഇവിടുന്ന് വീഴാനാണ് പ്രൊപ്പല്ലർ റെഡിയാക്കുന്ന ചേട്ടൻ വന്നു കേട്ടോ. ഹലോ വല്ലതും പറയുന്ന ഇല്ലേ? നീ വല്ലതും പറയുന്നത് ഇല്ലേ? കൊള്ളാം. ആര് ജയിക്കുമെന്ന് തോന്നുന്നു? വിഷ്ണു ജയിക്കുമല്ലോ. ജെയമ്പിക്ക് പ്രതീക്ഷയില്ല ഇവിടെ. അതെന്താ നീ വിഷ്ണു ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? അതെന്താ? നിനക്ക് ഇത്ര ഉറപ്പല്ലേ? അയ്യോ പാവം. അയ്യോ ക്യാമറ നോക്കി പറയുന്നത്. മൈൻക്രാഫ്റ്റ് കളിക്കുക. അർജുനമ്പിനെ അറിയാം മൈൻക്രാഫ്റ്റിനകത്ത്? ഞാനാ. എന്താ എന്നെ കണ്ട് മനസ്സിലായില്ലേ നിനക്ക്? അർജുനമ്പി അറിയാക്കി. ജെയമ്പിനെ അറിയാവാ? അവനാ ജെയമ്പി. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ആകുമ്പോൾ എന്തായാലും ജയിക്കത്തില്ല എന്ന് നമുക്ക് നോക്കാം. അവനിപ്പോ ആ മൂലക്കായിട്ടുണ്ട്. എടാ ഇങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ടാ പോകുന്നത്. എടാ ഇങ്ങോട്ട് വേടാ വളക്കട വണ്ടി വളക്കി. ഓൾമോസ്റ്റ് എത്താറായി കേട്ടാ. തീരാറായി കോപ്പ്. തീർന്ന് ഇവൻ തോറ്റ് തുന്നം പാറി കിടക്കുവായിരുന്നു കേട്ടോ മോനെ. എത്ര 1 കിലോമീറ്റർ പുറകിലായിരുന്നു നീ. ഇതിക്കുള്ള പുറകിലാകത്തില്ല ദൈവമേ. രണ്ടാമത്തൊക്കെ ശരി, പക്ഷെ ഇവൻ സ്റ്റാർട്ട് ചെയ്ത പോലും തോന്നുന്നു. ഇടക്ക് വെച്ച് ഇവൻ നിന്നെന്ന് തോന്നുന്നു കേട്ടാ. മറ്റേ ചേട്ടൻ മുമ്പിലോട്ട് കയറി പോകുന്നു. ഇവരാണ് അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഏതപ്പോ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുക. നോക്കി എന്താ നോക്കി. ഇത് കണ്ടനാണോ? രണ്ടാമത്തെ ഇത് കണ്ടനാണോ? ഞാൻ കൊടുക്കാത്ത കാറ് റെസ്റ്റ് എടുക്കുന്ന സമയമായി. എന്തോ കൊണ്ടുവന്നിരിക്കുന്നു നോക്കിയോ. അല്ല ഞാൻ തന്നെ നിർക്കുക. അവന് വേണ്ടത്. അപ്പൊ എന്റെ ചേട്ടൻ ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് വള്ളത്തിൽ തന്നെ പോവാം. വള്ളത്തിൽ അവിടെ എത്തുമായിരിക്കും. വെള്ളമായിട്ട് താഴെ കിടക്കരുത്. എവിടെ ഇരിക്കാനാ? നീട്ടി വെച്ച് കയറാണ്. നിങ്ങൾ വള്ളം അലക്കുന്ന കൊണ്ട് കിട്ടും. ഞാൻ അവിടെ തള്ളട വന്ന് അവിടെ കൈവച്ച് തള്ളു. നീ ഒന്ന് പോള മാറ്റി കൊടുക്കണം. എന്താണ് വെറുതെ ഇരിക്കുന്നത്? അക്കരെ എത്തിയിട്ട് ബൈക്കിന് വേണ്ടി ഓട്ടോ കയറി പോകട്ടെ. അവിടെ വരെ വെള്ളം പോകത്തില്ല. പോകുന്നില്ലല്ലോ. ഇവിടെ ഇറങ്ങുമല്ലേ? ആ വണ്ടി അവിടെ തന്നെ ഉണ്ട് കേട്ടാ. ചെറിയൊരു ഡൗൺ ഉണ്ടായിരുന്നല്ലേ. എല്ലാ ഹെൽമെറ്റും ഉണ്ട്. പൂച്ചയുടെ കൈപ്രയോഗം. അമ്മയും വന്ന സെയിം ടൈമിനകത്ത്. ഒരുപാട് കണ്ടിട്ടുണ്ടോ? പേരെന്തുവാ? മിലന. ഇതൊക്കെ സബ്സ്ക്രൈബർ കണ്ടേ കേട്ടോ. ഇതപ്പോ എന്നാലും ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പുറത്ത് പോയി ആഹാരം കഴിക്കുക. ഓൾറെഡി തുറക്കം എനിക്ക് 2 മണിക്കൂർ ഇറങ്ങിയതാണ്. രാവിലെ എക്സ്ട്രാ 1 മണിക്കൂർ ഒന്നും ആയില്ല. അപ്പൊ എന്തായാലും നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.